യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 119 സങ്കീർത്തനത്തിൽ 26 തിരുലിഖിതം. ഞാൻ എന്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അവിടുത്തെ അരൂപിയുടെ പ്രവർത്തനം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിക്കുന്നു. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഏക മനസ്സോടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന സമയമാണല്ലോ. ജോയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വലിയ ആഗ്രഹത്തോടെ ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വ്യാപരിക്കണമേ. ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്നിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അതിശയ അഭിഷേകമായി ഈ മണിക്കൂറുകളിൽ നിറഞ്ഞു നിൽക്കണമേ. രോഗികളുടെ മേൽ ആവസിക്കണമേ. തകർന്ന കുടുംബങ്ങളുടെ മേൽ ആവസിക്കണമേ. ദുർബലമായ ഹൃദയങ്ങളുടെ മേൽ ആവസിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ഹൃദയങ്ങളെയും, എല്ലാ ജീവിതങ്ങളെയും ദൈവിക അത്ഭുതത്തിന് വേണ്ടി ഇപ്പോൾ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 119 സങ്കീർത്തനത്തിലെ 26 തിരുലിഖിതം. ഞാൻ എന്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത നാള് അച്ഛനൊരു സഹോദരനെ കണ്ടുമുട്ടി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ആ വ്യക്തിയുടെ ശരീരത്തിൽ കഠിനതരമായ ഒരു രോഗമുണ്ടായതിനെ തുടർന്ന് ഒരു ട്രീറ്റ്മെന്റിന് വിധേയനായി. മെഡിസിൻ ശരീരത്തിലേക്ക് എടുത്തതും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ റിയാക്ഷൻ ഉണ്ടായി. അതിന്റെ പരിണതഫലമായി നിർത്താതെ എക്കിൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. ദിവസങ്ങളോളം നിർത്താതെ എക്കിൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അവരവസാനം കൈയൊഴിഞ്ഞു. പ്രമുഖമായ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി. അവസാനം അവിടെയും സൗഖ്യം കിട്ടാതെ വിഷമിച്ചു. അങ്ങനെ ഹൃദയത്തിൽ നിരാശയോടെ നിർത്താതെ എക്കിളെടുക്കുന്ന ഈ മനുഷ്യൻ രാപകലുകൾ വിശ്രമം കിട്ടാതെ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ദൈവത്തോട് അദ്ദേഹത്തിന്റെ അവസ്ഥ തുറന്നു പറഞ്ഞു. ദൈവമേ, എന്നെ സഹായിക്കാൻ ഡോക്ടർമാർക്ക് പറ്റുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല. അവിടുന്ന് ഇപ്പോൾ സഹായിച്ച് എന്റെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഇങ്ങനെ തന്റെ ജീവിതത്തിന്റെ വേദന മുഴുവനും ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വെഞ്ചിരിച്ച എണ്ണ അല്പെടുത്ത് യേശുവിന്റെ നാമത്തിൽ ഉള്ളിലേക്ക് സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽക്ഷണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുടർച്ചയായി ദിവസങ്ങളോളം എടുത്തുകൊണ്ടിരുന്ന എക്കിളെടുക്കുന്ന ആ രോഗപീഠ തൽക്ഷണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് വലിയ സന്തോഷത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തെ അദ്ദേഹം മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വേദന സഹിച്ച് ഒരുപാട് ഞാൻ നരകിച്ചു. അങ്ങനെ ഞാൻ നരകിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഇടപെടലുണ്ടായില്ല. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നവര് പലതിനും പ്രാർത്ഥിച്ചു.
അപ്പോഴും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ല. ഞാൻ ഹൃദയം കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ദൈവം ഇത് കാണുന്നില്ലേ, ദൈവം ഇത് അറിയുന്നില്ലേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, ദൈവം ഇത് കാണുന്നില്ലേ, എന്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചു. അപ്പോഴും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ല. പിന്നെ എപ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായത്? അദ്ദേഹം നിക്കക്കള്ളിയില്ലാതെ പൊറുതി മുട്ടിയ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ആദരങ്ങൾ തുറന്ന് ദൈവത്തോട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്റെ ഈ രോഗത്തെ എന്നെ സഹായിക്കാൻ ആർക്കും പറ്റുന്നില്ല, ഡോക്ടർമാർക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അവിടുന്ന് സഹായിക്കുന്നില്ലെങ്കിൽ ഈ ദുരിതത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏറ്റു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ അനുഭവത്തിന്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാണ് 119 സങ്കീർത്തനത്തിലെ 26 തിരുലിഖിതം. ഞാൻ എന്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിവരിക്കുന്നത് ദൈവവചനപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസന്റെ അവസ്ഥ വിവരിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? വലിയ പ്രതികൂലത്തിൽ സൂസന്റെ അവസ്ഥ സൂസനെ വിവരിച്ച് പറഞ്ഞു, ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഹെസക്കിയ രാജാവ് മരിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ വഴി ദൈവം അരുളപ്പാട് കൊടുത്തു. ഹെസക്കിയയുടെ മനസ്സിന്റെ അവസ്ഥ വിവരിച്ച് പറഞ്ഞു. യെശയ്യാ കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ ഹെസക്കിയ രാജാവിന്റെ ആയുസ് 15 വർഷം കൊണ്ട് നീട്ടിക്കൊടുത്തുവെന്ന് ദൈവം ഹെസക്കിയ വഴി വീണ്ടും അറിയിപ്പ് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോബിത്തിന്റെ ജീവിതത്തിൽ തോബിത്തിന്റെ വേദന എല്ലാം തുറന്നു പറയുന്ന രംഗം തോബിത്തിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. സാറയുടെ വേഷം മുഴുവൻ തുറന്നു പറയണത് തോബിത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെല്ലാം അവരുടെ വേദന തുറന്നു പറഞ്ഞോ അവിടെ ദൈവാനുഭവത്തിന്റെ പുത്തൻ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കായന്റെ അവസ്ഥ തുറന്നു പറഞ്ഞു, അവന് ദൈവാനുഭവത്തിന്റെ പുത്തൻ വാതിലുകൾ തുറക്കപ്പെട്ട്. ആദിമ സഭ മുഴുവൻ ദൈവത്തിന്റെ തന്നെ ഒരുമിച്ച് കൂടി. പത്രോസിനെയും യോഹന്നാനെയും അവർ കാരാഗൃഹത്തിൽ പിടിച്ചിടുകയും അവർ ക്രൂരമായും മർദ്ദിക്കുകയും പലതരത്തിലുള്ള ഭീഷണികൾ അവരുടെ നേരെ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹം മുഴുവൻ സ്ലീഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോചിതരായ അപ്പോസ്തലന്മാര് സ്വസമൂഹത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവര് സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ വിശ്വാസികളും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉള്ള അവസ്ഥ മുഴുവൻ തുറന്നു പറഞ്ഞ രംഗം അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവര് മുഴുവൻ നിലവിളിച്ചിട്ട് പറഞ്ഞു, ഏക മനസ്സോടെ ഉച്ചത്തിൽ അവർ ദൈവത്തോട് പറഞ്ഞു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സ്രഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോഷാകുലരായത് എന്തിന്, ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്, കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറോദോസും പന്തിയോസ് പിലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. ഇങ്ങനെ അവരുടെ മനസ്സിൽ വന്ന മുഴുവൻ പരിത്യക്ത അവസ്ഥകളും വേദന നിറഞ്ഞ ഓർമ്മകളും അവര് എണ്ണി ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞിട്ട് അവര് പറഞ്ഞു, ഓ ദൈവമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. തൽക്ഷണം അവർ സമ്മേളിച്ചിരുന്ന ആ കെട്ടിടം മുഴുവനും കുലുങ്ങി. പരിശുദ്ധാത്മാവ് കൊണ്ട് അവർ പൂരിതരായി. അവർ പൂർണ്ണ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ച്. പ്രൈസ് ദി ലോർഡ്. അവരുടെ വേദന എണ്ണി തുറന്നു പറഞ്ഞിട്ട് അവരുടെ ആവശ്യം അവർ പറഞ്ഞു, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ വലതുകരം നീട്ടണമേ. അവർ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സംഭവിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമാണിത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് ദൈവവചനപ്രകാരമുള്ള രീതിയാണ്.
എന്തു തന്നെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നതെങ്കിലും ആ പ്രതികൂലത്തിൽ എണ്ണി 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 നമ്മുടെ അവസ്ഥ വിവരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞ് ദൈവത്തെ വിളിക്കുക എന്നുള്ളത് ദൈവവചനപ്രകാരമുള്ള ഒരു ജീവിത രീതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കായന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം വളരെ പരിത്യക്തനും ദയനീയനുമായി മാറി. ആബേലിനെ കൊന്നതോടുകൂടെ ദൈവം കായന്റെ മേൽ വലിയ തരത്തിലുള്ള നാശങ്ങൾ പ്രഖ്യാപിച്ചു. കായൻ ആ വേദനയിൽ മുമ്പോട്ട് നടന്നു. അങ്ങനെ തകർന്നവനും ഉഴലുന്നവനുമായി കായൻ മാറി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കായന്റെ അവസ്ഥ, കായൻ ദൈവത്തിന്റെ അടുത്ത് വന്ന് വിവരിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. കായൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരല്ല എന്നെ കൊല്ലാൻ നോക്കും. കായന്റെ വിഷമം അതാണ്. ആബേലിനെ കൊന്നതിന് ശേഷം കായന്റെ സമാധാനം പോയി. ആബേലിനെ കൊന്നതിന് ശേഷം പിന്നെ കായൻ എവിടെ ചെന്നാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മേൽഗതിയും കിട്ടുന്നില്ല. അങ്ങനെ തകർന്നവനായ കായൻ ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ തിരികെ വന്നു. അവൻ ദൈവത്തോട് പറഞ്ഞു, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നാട്ടിപ്പായിച്ചിരിക്കുന്നു, അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കായന്റെ വിഷമം കായൻ തുറന്നു പറഞ്ഞു. അപ്പൊ തന്നെ ദൈവം ഇടപെട്ട് ദൈവം കായനെ അനുഗ്രഹിച്ചു. ദൈവം കായനെ ചേർത്ത് പിടിച്ചു. ദൈവം കായനോട് പറഞ്ഞു, ഇല്ല ഇല്ലില്ല, കായനെ കൊല്ലാൻ ആരും ഇടവരാത്ത വിധം ദൈവം കായനെ അടുത്ത് പിടിച്ചിട്ട് ദൈവത്തിന്റെ ഒരു മുദ്ര കായന്റെ മേൽ പതിച്ച്, ദൈവം തന്റെ മുദ്ര പതിച്ചിട്ട് കായനെ തന്റെ സ്വന്തമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കായൻ ദൈവത്തിന്റെ സ്വന്തമായി. തന്റെ മുദ്ര കായന്റെ മേൽ പതിച്ച് ദൈവം കായനെ തന്നെ സ്വന്തമാക്കിയിട്ട് ഈ ഭൂമിയിൽ അവന് ദൈവികമായ ഒരു സംരക്ഷണം കൊടുത്തു. നോക്കുക, എത്രയോ പരിത്യക്തമായ ജീവിതമായിരുന്നു കായന്റേത്. കായൻ അതിനെ ഓർത്ത് നിരാശപ്പെട്ട് അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. കായൻ അതിനെക്കുറിച്ച് നിരാശപ്പെട്ട് സ്വയം ശപിച്ചിരുന്നില്ല. അവൻ ദൈവത്തിന് അരികിലേക്ക് ചെന്നു. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പറഞ്ഞു, കർത്താവേ, എനിക്ക് വഹിക്കാവുന്നതിലും അധികമാണ് ഈ ചുമട്, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കുന്നു, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഈ ഭൂമി ഞാൻ ഉഴലുന്നവനായിരിക്കും. ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹത്തിൽ, ദൈവിക സംരക്ഷണത്തിൽ അവനെ കൈപിടിച്ച് നടന്ന അനുഭവത്തിലേക്ക് ദൈവം അവനെ തിരികെ കൊണ്ടുവന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 119-ാം സങ്കീർത്തനത്തിലെ 26-ാമത്തെ തിരുലേഖനം, ഞാൻ എന്റെ അവസ്ഥ വിവരിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തിന്റെ അരികിൽ എല്ലാം ഏറ്റു പറയാൻ, എല്ലാം തുറന്നു പറയാൻ, എല്ലാം വിവരിച്ചു പറയാൻ ആത്മീയ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ഈ സമൂഹത്തിന്റെ മേൽ നിറയണമേ, ഈ കുടുംബങ്ങളുടെ മേൽ നിറയണമേ, ഈ വംശങ്ങളുടെ മേൽ നിറയണമേ. അനുഗ്രഹത്തിന്റെ പുത്തൻ വേദികൾ തുറന്നു കൊടുക്കണമേ. അനുഗ്രഹത്തിന്റെ പുത്തൻ വാതിലുകൾ തുറക്കണമേ. എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിവരിച്ച് പറഞ്ഞ് അനുഗ്രഹം പ്രാപിപ്പാൻ ഓരോ മകന്റെ മേലും മകളുടെ മേലും പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുലേഖനം, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹൃദയ നിഷ്കളങ്കതയോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ
ഹൃദയ നിഷ്കളങ്കതയോടെ അവിടുത്തെ സന്നിധിയിൽ പ്രത്യാശ അർപ്പിക്കാൻ എല്ലാ മക്കളുടെ മേലും ആത്മാവിന്റെ കൃപാവരങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് തന്റെ ജീവിതത്തിൽ പരിത്യക്താവസ്ഥ ഉണ്ടായപ്പോൾ അവൻ പുറത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞ് തന്റെ ഗുരുവിനെ നിഷേധിച്ചതിന്റെ വേദന അവന്റെ കണ്ണുനീരിലൂടെ അവൻ ദൈവസന്നിധി പ്രകാശിപ്പിച്ചു. യൂദാസിനാകട്ടെ ഏറ്റു പറയാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അവനോ തകർച്ചയിലും അകപ്പെട്ടു പോയി. ദൈവമേ, ജീവിതത്തിൽ എന്തു തന്നെ പ്രശ്നം ഉണ്ടായാലും കുറ്റബോധത്തോടെ ഇരിക്കാതെ, നിരാശയോടെ ഇരിക്കാതെ എല്ലാം ഏറ്റു പറയാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സകല മനുഷ്യരോടും ആർദ്രതയോടും അലിവോടും കൂടെ ഇടപെടുന്നവനായ കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ അരികിൽ നമ്മളെ അനുഗ്രഹിക്കുന്നവനായി കടന്നു വന്നിരിക്കുകയാണ്. രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. യേശു കർത്താവിന് മുമ്പിൽ ഹൃദയത്തിന്റെ അവസ്ഥകൾ നമുക്ക് വിവരിച്ച് പറയാം. ദൈവമേ, എത്ര അധ്വാനിച്ചിട്ടും ഒരു മേൽഗതി കിട്ടാത്ത വണ്ണം എപ്പോഴും തകർച്ച അനുഭവിക്കുന്നൊരു ജീവിതമാണ് എന്റേത്. കർത്താവെ, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത വിധം രോഗത്തിന്റെ മേൽ രോഗം അനുഭവിക്കുന്നൊരു കുടുംബമാണ് എന്റെ കുടുംബം. എന്താണോ കുടുംബത്തിലെ വേദന, എന്താണോ ജീവിതത്തിന്റെ പ്രയാസം, അതിപ്പോൾ യേശുവിന് മുമ്പിൽ തുറന്നു പറയുക. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. മകനെ, മകളെ, ഇത് പ്രാർത്ഥനയുടെ സമയമല്ലേ? ഇത് ഹൃദയം തുറക്കേണ്ട നിമിഷങ്ങളാണ്. നീ മനുഷ്യരുടെ മുമ്പിൽ കരയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നീ മനുഷ്യരുടെ മുമ്പിൽ എല്ലാം വിസ്തരിച്ച് പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നിനക്ക് രൂപവും ഭാവവും നൽകിയവൻ, നിന്നെ മെനഞ്ഞെടുത്ത നിന്റെ സൃഷ്ടാവ്, നിന്റെ സർവശക്തനും പരിപാലകനുമായ നിന്റെ ദൈവം, ആ ദൈവത്തിന് മുമ്പിൽ നിന്റെ ഹൃദയത്തിലെ വേദന നീ വിവരിച്ച് പറയുന്നുവെങ്കിൽ ഇതാ ഇവിടെ തന്നെ അത്ഭുതമുണ്ട്. ഇതാ ഈ നിമിഷം തന്നെ സൗഖ്യമുണ്ട്. ഇതാ ഈ നിമിഷം തന്നെ ദൈവിക ഇടപെടലുണ്ട്. കരങ്ങൾ ഉയരട്ടെ, ഉറക്കെ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഓരോ കുടുംബങ്ങളുടെയും അവർണ്ണനീയമായ വേദനകളെ അവിടുന്ന് ഇപ്പോൾ കാണണമേ കർത്താവെ. പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കണമേ കർത്താവെ. വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള നിലവിളി കേൾക്കണമേ കർത്താവെ. ബിസിനസ് തകർന്നതിന്റെയും കൃഷിനാശത്തിന്റെയും സാമ്പത്തിക പരാജയത്തിന്റെയും കടബാധ്യതയുടെയും ഭാരിച്ച ഭാരം പേറുന്ന ഓരോ ജീവിതങ്ങളുടെയും വിഷമം അറിയണമേ കർത്താവെ. ഓ കർത്താവെ, തകർന്ന കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിന്റെ വേദന, തകർന്ന കുടുംബങ്ങളുടെ വേദന അവിടുന്ന് ഇപ്പോൾ കാണണമേ കർത്താവെ.
കർത്താവെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിലവിളി കേൾക്കണമേ കർത്താവെ. ജോലി മേഖലകളിൽ അടിക്കടി തടസ്സങ്ങൾ ഉണ്ടാകുന്നവരുടെയും തൊഴിൽ സംരംഭങ്ങളിൽ അടിക്കടി പരാജയങ്ങൾ ഉണ്ടാകുന്നവരുടെയും കണ്ണുനീര് കാണണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങൾ ലോകത്തെമ്പാടും അത്ഭുതങ്ങൾ അവിടുന്ന് വാരിച്ചൊരിയ നിമിഷങ്ങളാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളാക്കണമേ. ഇപ്പോൾ കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ കർത്താവെ. ഇപ്പോൾ വംശങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ കർത്താവെ. ഇപ്പോൾ തിന്മയുടെ ആധിപത്യങ്ങൾ തകർക്കണമേ കർത്താവെ. പിശാച് കുറ്റബോധത്തിലും നിരാശയിലും കെട്ടിയിട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഇപ്പോൾ അവിടുന്ന് അഴിച്ചുവിടണമേ കർത്താവെ. സാത്താൻ കഴിഞ്ഞ 18 വർഷമായി ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ അഴിച്ചുവിടേണ്ടത് ഇല്ലെന്നോ എന്ന് പറഞ്ഞ് കർത്താവെ ആ കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് എല്ലാവരും രക്ഷിതാവായ യേശുവിനെ ഉറക്കെ വിളിക്കുക. വിടുതലിന്റെ കർത്താവിനെ ഉറക്കെ വിളിക്കുക. അത്ഭുത ശക്തി ലോകത്തെമ്പാടും വ്യാപരിക്കുന്ന പരിശുദ്ധ നിമിഷമാണിത്. വ്യാപരിക്കുന്ന കർത്താവിനെ, കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്ന കർത്താവിനെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. എന്റെ പേര് മാത്യു, വീട് ചേർത്തല. ഞാൻ 2007 സെപ്റ്റംബർ 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ധ്യാനത്തിന് വന്നത്. അതിനുമുമ്പ് ഞാൻ ഒരു 10, 20നും 25നും ഇടയ്ക്ക് ധ്യാനം കൂടിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മദ്യപാനമാണ് മെയിൻ കേസ് കിട്ടും. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ അതിനുവേണ്ടി വലിയ ഗവേഷണങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. നിർത്താൻ വേണ്ടി ഇതെങ്ങനെ നടത്താം എന്നതാങ്ങളെ പറ്റി 2 പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ്. 3 മാസം വീതം 2 മാസം 2 പ്രാവശ്യം 3 മാസം വീതം. അങ്ങനെ 6 മാസം ഹോസ്പിറ്റലിൽ കിടന്നില്ല. അങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് നിൽക്കുന്ന ലക്ഷണമില്ല. കുപ്പി പൊട്ടിച്ചിട്ട് ധ്യാനത്തിന് പോയി, പൊട്ടിക്കാതെ പോയി, മുഴുവൻ കുടിച്ചിട്ട് പോയി, ഉപേക്ഷിച്ചിട്ട് പോയി, പലതും ചെയ്തു, രക്ഷയില്ല. അങ്ങനെ ഇവിടെ വന്നു 27-ാം തീയതി. ഇവിടെ വന്നപ്പോൾ പിന്നെ സത്യം പറയാമല്ലോ, സ്ഥിരം നമ്മൾ വരുന്നതല്ലേ, ഒരാഴ്ച നിൽക്കും, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച, ഏറിയാൽ 1 മാസം. അതാണ് എന്റെ കാലാവധി. അതുകൊണ്ട് ഇപ്രാവശ്യം പോന്നപ്പോൾ ഞാനൊരു കാര്യം ചെയ്തായിരുന്നു. ഞാൻ പഠിപ്പിച്ചൊരു പയ്യൻ, ആ കുട്ടി വന്നപ്പോൾ, അവൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പം കുറച്ച് മുന്തിയ തരം പിന്നെ വിസ്കി കൊണ്ട് തന്നു. കാരണം ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം മത്തിക്കറിയും ചോറ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. സാറിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്നുള്ള നിലയ്ക്കാണ് അവനത് കൊണ്ടുവന്ന് തന്നത്. പക്ഷെ ഞാനത് കഴിച്ചില്ല. ഞാനത് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു ധ്യാനത്തിന് പോകുന്നപ്പോൾ, ഇങ്ങോട്ട് ധ്യാനത്തിന് പോകുന്നപ്പം. കാരണം എന്താണെന്നറിയോ, ഏതായാലും തിരിച്ചാലും പിന്നെ വിലയ്ക്ക് വാങ്ങണം, എന്നാ പിന്നെ ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. തിരിച്ചിവിടെ വന്നു. കുപ്പിയും പൊട്ടിക്കാൻ നിന്നില്ല, ഒന്നില്ല. ഇവിടെ വന്നു ധ്യാനം കൂടി. ആദ്യത്തെ ദിവസം അച്ഛനൊരു കാര്യം, ബഹുമാനപ്പെട്ട പട്ടാളച്ചനൊരു കാര്യം ഈ ധ്യാനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. ഈ കേന്ദ്രം പൊതുവെ ഇങ്ങനെ എല്ലാവർക്കും വെള്ളമല്ല, പ്രത്യേകിച്ച് കാണാതെ കിടക്കുന്ന ഈ തല്ലിപ്പറിക്കുന്ന എന്തോന്ന് തോന്നുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ അതായത് കാണാമറയത്ത്, അതായത് കാണാതെ കിടക്കുന്നവർക്ക് വേണ്ടിയുള്ളവർ. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഒരു തോന്നലേ, ഇത് ഞാൻ വിടുവായിരിക്കുമോ. ഏതായാലും ഈ ആരാധനയുടെ സമയത്ത് ശരീരത്തെ കൊണ്ട് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, നീയല്ലാതെ എനിക്കൊരു രക്ഷയില്ല, നീ എന്നെ ഇതിൽ നിന്ന് വിടുവിച്ചു തരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ലൈറ്റ് വന്നു കഴിഞ്ഞപ്പം ഈ ഷർട്ടിന്റെ ഈ ഭാഗം മുഴുവൻ നനഞ്ഞ് എനിക്ക് തന്നെ തോന്നി എന്റെ ഉള്ളിൽ ഇത്രയും കണ്ണീരുണ്ടായിരുന്നു. ശരിക്കും കരഞ്ഞു. ഏതായാലും വീട്ടിൽ ചെന്നു. മദ്യപിക്കണമെന്നൊരു തോന്നലില്ല, എന്തോ അങ്ങനെയില്ല. ഒരാഴ്ച ഇരുന്നു, 2 ആഴ്ച, ഈ സാധനം അവിടെ ഇരിക്കുകയാണല്ലോ. ഒരാഴ്ച ഇരുന്നു, 2 ആഴ്ച ഇരുന്നു, 3 ആഴ്ച ഇരുന്നു, 4-ാമത്തെ ആഴ്ചയായി. ഒരു ടെംപ്ടേഷനും ഇല്ല. ഉറച്ച് എനിക്ക് തീരുമാനം വന്നു, ഒരു കാരണവശാലും ഞാനിനി മദ്യപിക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നു. അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ അത് പൊട്ടിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിനു മുമ്പ് പൊട്ടിച്ചിരുന്ന എങ്ങനെയാണെന്നറിയാവോ, സങ്കടത്തോടെ പൊട്ടിച്ചത്, പോകുന്നല്ലോ എന്നുള്ള വിഷമം കൊണ്ട്. ആ വിഷമത്തിൽ അതിലോട്ട് ഞാനതിന് വന്നില്ല. ഇതല്ല, ഇത് ശരിക്കും സന്തോഷത്തോടുകൂടി പൊട്ടിച്ചു, തല്ലി പൊട്ടിച്ച് ദൂരെ എറിഞ്ഞു. അതെ, കുപ്പിയായി, പ്ലാസ്റ്റിക് അല്ല, കുപ്പിയായ തരം പൊട്ടാനും നല്ല സൗകര്യം, നല്ല ക്ലീനായിട്ട് പൊട്ടുകയും ചെയ്തു.
എന്റെ മോള് പാല കെട്ടിച്ചൊരു മോളുണ്ട്. അച്ഛനെ കാണാൻ വന്നു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛോ വിടുതൽ എന്ന് പറയുന്നത് എന്റെ അപ്പനിലൂടെയാണ് ഞാൻ കണ്ടത്. സത്യത്തിൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. കാരണം ഈ ഇത്രയും കാലത്തിനുള്ളില് 19 വർഷമായി. അപ്പൊ പിന്നെ പിള്ളേർക്ക് എത്ര വർഷമായി കുടിക്കാൻ തുടങ്ങിയത്? 50 വർഷമായി കുടിയുടെ പാരമ്പര്യം. അതായത് 50-ാം വാർഷികം കഴിഞ്ഞപ്പോ ഈ സാറിന്റെ മോൾ എന്നോട് വരുന്നത് പറഞ്ഞു, എന്റെ അച്ഛ ഈ ഡെലിവറൻസ് പ്രാർത്ഥന, വിടുതൽ പ്രാർത്ഥന ഒക്കെ ഇത്രയും അനുഗ്രഹമുള്ളതാണെന്ന് എന്റെ അപ്പന്റെ അനുഭവം കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്റെ അപ്പനൊരു മനുഷ്യനായി ഞങ്ങൾ കണ്ടിട്ട് ഓർക്കണില്ലെന്ന്. അതുപോലെ ഈ തിന്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ആള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കുചേർന്ന്, വിടുതൽ പ്രാർത്ഥന പങ്കുചേർന്ന് പോയി. പിന്നെ ആ മദ്യക്കുപ്പി സ്വന്തം കൈ കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ ഇന്ന് വരെ കുടിച്ചില്ല. ആ മകള് പറഞ്ഞു, ഇത്രയും അത്ഭുത ശക്തി പ്രാർത്ഥനയ്ക്കുണ്ടെന്നുള്ളത് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അവര് വന്ന് ധ്യാനം കൂടി. ഹല്ലേലൂയ.